കണ്ണൂർ പാനൂർ തൂവക്കുന്നിൽ തെരുവ് നായയെ കണ്ട് ഭയന്നോടിയ കുട്ടി കിണറ്റിൽ വീണ് മരിച്ച സംഭവം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും. ഒക്ടോബർ മാസത്തിലും തെരുവ് നായ കുട്ടികളുടെ പിന്നാലെ ഓടിയെന്നാണ് പറയുന്നത്. ഈ നായ കുട്ടികളെ ഓടിക്കുന്ന ഒരു ദൃശ്യം 24 കിട്ടി. തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും അധികൃതർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാ ഭാഗത്തും നായശല്യമുണ്ട്. രാവിലെ സ്കൂളിൽ മദ്രസ പോകുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര പ്രശ്നമുണ്ട്. ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഉണ്ട് നായശല്യം. ഒന്നുകിൽ അതിന് നായകളെ കൊല്ലുക, എന്തെങ്കിലും ഒരു സംവിധാനം വേണം. സുരക്ഷയില്ല. രാവിലെ 6 മണിക്കെല്ലാം മദ്രസക്ക് 6:30 മണിക്ക് മദ്രസ പോകുമ്പോൾ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, യഥാർത്ഥ ഈ പ്രദേശം കൂടുതൽ തെരുവുനായ ശല്യമുള്ള സ്ഥലമാണോ? ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് വരെ അധികൃതർ കാത്തിരുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? എസ് കെ, തീർച്ചയായും അത് തന്നെയാണ്. ഇന്നലെ ഈ തെരുവുനായ കണ്ട് ഭയന്നോടുന്നതിനിടെയാണ് ഈ കുട്ടി ഈ കിണറിൽ വീണ് മരിച്ചത്. അതേ പ്രദേശത്ത് തന്നെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലും സമാനമായി കുട്ടികളെ ഇത്തരത്തിൽ തെരുവുനായ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. നാട്ടുകാർ നിരന്തരം ഇത്തരം പരാതികൾ പറയുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങൾ കൂടി ലഭിക്കുന്നുമുണ്ട്. ഈ തൂവക്കുന്ന് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് എല്ലാം ഇത്തരത്തിലുള്ള തെരുവുനായ ഈ വ്യാപകമായി തന്നെ ഉണ്ട്. ഈ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലും ഈ മദ്രസയിലൊക്കെ പോകുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ തെരുവുനായ കൊണ്ട് ഓടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ കൂടി നമ്മളിപ്പോൾ ചേരുകയാണ്. ഇത് സ്ഥിരമായി തന്നെ ഇങ്ങനെ തെരുവുനായ ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണല്ലോ? അതെ, സ്ഥിരമായിട്ട് തെരുവുനായ ശല്യം ഉണ്ടാകും. വഴി നടക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല ജനങ്ങളെ കടിക്കലുണ്ടെന്നല്ലാണ്ട് നായകടി ഏറ്റിട്ടുണ്ട് കുറേ ആൾക്കാർക്ക്. പക്ഷേ ഇത്ര സീരിയസ് ആയിട്ടൊരു ജീവൻ പോകുന്നൊരു അപകടം ഇതാദ്യമായിട്ടാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ തെരുവുനായ ശല്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളോ നടപടികളോ ഒന്നും ഉണ്ടാവുന്നില്ലേ? നമുക്ക് നിയമപരമായിട്ട് നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ. നമുക്കതിനുള്ള സാധ്യതയില്ല. പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തുമായിട്ട് ഏകോപിച്ചൊരു പദ്ധതിയുണ്ട്. ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്നതല്ലേ തെരുവുനായ ശല്യം കൊണ്ടൊരു കുട്ടിയുടെ ജീവൻ എടുക്കുന്നത്? അതെ. പിന്നെ അതുകൂടാതെ ഇത്തരം ഈ വലിയ വീടൊക്കെ കെട്ടിപ്പോക്കുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം. കിണറിന് അനാസ്ഥ തന്നെയാണ് അത് തീർച്ചയായിട്ടും നിയമനടപടികൾ വീട്ടുകാരുടെ പേരിൽ എടുക്കണം, ഉറപ്പാണ്. തെരുവുനായ ശല്യം മാത്രമല്ല, ഈ കിണറിന് കൃത്യമായ ആൾമറ ഇല്ലാത്തതും ഈ അപകടത്തിൻ്റെ ഒരു കാരണമാണ്. ഒരു നിർമ്മാണം നടക്കുന്ന വീട്ടിന് തൊട്ട് മുന്നിൽ ഇത്തരം ഒരു കിണറുണ്ടായിട്ട് അത് കൃത്യമായി കൈവരികളോ ആൾമറയോ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ല എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഒരു 9 വയസ്സുകാരൻ്റെ ജീവനാണ് ഇത്തരം ദാരുണമായ സംഭവത്തിലൂടെ ഇല്ലാതായിട്ടുള്ളത്. അതിൻ്റെ നടുക്കം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരുവുനായ ശല്യത്തിനുൾപ്പെടെ പരിഹാരം കാണണം എന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട്. അരുൺ പൂപ്പറമ്പാണ് ചേർന്നത്.